നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നല്ല പൗരന്മാർ ഒരു നാടിന്റെയും ഒരു രാജ്യത്തിന്റെയും സമ്പാദ്യമാണ്. ഭാരതീയമായിട്ടുള്ള ആചാരപ്രകാരം ഷോഡശ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ലക്ഷ്യം നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഷോഡശ സംസ്കാരത്തിലൂടെ നല്ല പൗരന്മാരെ, നല്ല കുട്ടികളെ വാർത്തെടുത്തുകൊണ്ട് അത് രാജ്യത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ രാജ്യത്തിന്റെ വികാസത്തിനായിട്ട് അവരുടെ പ്രയത്നത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനായിട്ട് ഏറ്റവും പ്രഥമമായിട്ട് ചെയ്യേണ്ടത് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയം മുതൽ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള മാനസികമായിട്ടും മറ്റുമുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. പുരാണ കഥകളിൽ മറ്റും ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പല വിദ്യകളും പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അഭിമന്യുവിന്റെ കഥയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഉത്തമ സന്താനങ്ങൾ വീടിനും കുടുംബത്തിനും നാടിനും ഒക്കെ വളരെയേറെ ഉപകാരപ്രദമാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ യുവതലമുറ വഴിതെറ്റിപ്പോകുന്നതിന് വളരെയധികം കാരണങ്ങളുണ്ട്. ഭാരതീയമായിട്ടുള്ള ആചാരങ്ങളുടെ പിന്തുടർച്ച അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പുറകെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഉത്തമ സന്താനത്തെ ലഭിക്കുവാനായിട്ട് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരു സ്ത്രീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നല്ല കുട്ടികളെ വാർത്തെടുക്കുവാനായിട്ട് അമ്മമാരുടെ പ്രയത്നം വളരെ വലുതാണ്. ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ അതിനായിട്ട് നമുക്ക് നല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. അപ്പൊ അതിനു വേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നത്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥാകാലം. അമ്മയാകുമ്പോഴാണ് ഒരു സ്ത്രീയുടെ ജന്മം പൂർത്തിയാകുന്നത് എന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. ഒരു നല്ല കുട്ടിക്ക് വേണ്ടിയിട്ട് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ആ അമ്മയും അവരുടെ വീട്ടുകാരും ഒക്കെ നല്ല ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അമ്മയുടെ ചിന്തകളും സംഭാഷണങ്ങളും ഒക്കെ സൗമ്യമായിരിക്കണം. മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ജ്യോതിഷപരമായിട്ട് നല്ല ഉത്തമ സന്താനത്തെ ലഭിക്കുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള വിഷയത്തെ 12 വീഡിയോകളിലായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ പൊതുവായിട്ട് ഗർഭകാലാവസ്ഥയിൽ ചൊല്ലേണ്ട മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിൽ 1 മുതൽ 10 വരെ മാസങ്ങളിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം സന്താന ഭാഗ്യം ഇല്ലായ്മയ്ക്ക് പരിഹാരം എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഏറ്റവും അവസാനത്തെ 12ാമത്തെ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക അസാധ്യമായതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളിലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വീഡിയോ എല്ലാവരും കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. അമ്മയുടെ സാഹചര്യം, ചിന്തകളും മറ്റും സൗമ്യമായിരിക്കണം, സംഘർഷരഹിതമായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ചുറ്റുപാടുകളും സംഘർഷരഹിതമായിരിക്കാൻ ആ അമ്മയും വീട്ടുകാരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭകാലത്ത് 2 ഹൃദയമാണ് ഒരു അമ്മയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിലെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഒക്കെ വളരെയേറെ പ്രാധാന്യം നൽകേണ്ട ഒരു കാലഘട്ടമാണിത്. ഗർഭകാലത്തെ ഓരോ മാസങ്ങൾക്കും ഓരോ ഗ്രഹത്തിനാണ് പ്രാധാന്യം ജ്യോതിഷപരമായിട്ട് കൽപ്പിച്ചിട്ടുള്ളത്. ആ ഗ്രഹത്തിന്റെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുകയും അതാത് ദേവതകൾക്കുള്ള പ്രാർത്ഥനകൾ ചെയ്യുകയും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിനെ സംഘർഷരഹിതവും നല്ല ചിത്തത്തോടുകൂടി ചുറ്റുപാടുകളെയും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓരോ മാസത്തിലെയും പറഞ്ഞിരിക്കുന്ന ഗ്രഹത്തിന്റെ സ്തോത്രങ്ങൾ ചൊല്ലുന്നത് കൂടാതെ തന്നെ നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലുന്നതും പൊതുവായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ നല്ല വിശേഷ ഫലത്തെ നൽകും. ഗർഭകാലഘട്ടം ആയാസമില്ലാതെ ഉത്തമ സന്താനങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് മന്ത്രജപത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആയുർവേദ പ്രകാരവും നമ്മളുടെ ഭാരതീയ ശാസ്ത്രപ്രകാരവും ഒക്കെ മന്ത്രങ്ങളും ലഘു സംഗീതങ്ങളും ഒക്കെ വളരെയേറെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ നല്ല രീതിയിൽ വികാസം പ്രാപിക്കുന്നതിന് സാഹചര്യം ഒരുക്കുമെന്നാണ് പഠനങ്ങൾ കൂടി തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വേദമന്ത്രങ്ങൾ വളരെ വലിയൊരു പങ്ക് നൽകുന്നു എന്നാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ
മാനസികവും ശരീരവുമായിട്ടുള്ള നല്ല രീതിയിലുള്ള വികാസത്തിന് വേദമന്ത്രങ്ങൾ ശ്രവിക്കുന്നതും ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ വേദമന്ത്രങ്ങൾ അമ്മ ജപിക്കുന്നതും ഒക്കെ വളരെ പ്രയോജനകരമാകും എന്നാണ് പറയുന്നത്. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ജപിക്കേണ്ടതായിട്ടുള്ള ഏതാനും മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം. ഇത് പൊതുവായിട്ടുള്ള ജപത്തിന്റെ കാര്യമാണ്. ഓരോ മാസത്തിലും ഓരോ ദേവതയ്ക്കും ഗ്രഹത്തിനും അനുസരിച്ചുള്ള മന്ത്രങ്ങളെ പ്രത്യേകം വീഡിയോയിൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അത് തുടർന്ന് വരുന്നതാണ്. ഒന്നാമതായിട്ട് പൊതുവായിട്ട് ജപിക്കേണ്ടത് ഗായത്രി മന്ത്രമാണ്. ഓം ഭൂർ ഭുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിവുള്ളതാണ്. ഈ മന്ത്രത്തെ മുൻപ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിത്യം ജപിക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൂടാതെ രണ്ടാമത് ജപിക്കേണ്ടത് ആഞ്ജനേയ സ്വാമിയുടെ മന്ത്രമാണ്. ഓം മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഈ മന്ത്രത്തെ ചൊല്ലിക്കൊണ്ട് ആഞ്ജനേയ സ്വാമിയുടെ വീര്യവും ശൗര്യവും ഭക്തിയും ഒക്കെ കുട്ടികളിലേക്ക് വളർത്തിയെടുക്കുക. മൂന്നാമത് സരസ്വതി മന്ത്രങ്ങളെയാണ് ജപിക്കേണ്ടത്. നമുക്ക് ഏത് സരസ്വതി മന്ത്രവും അറിയാവുന്ന സരസ്വതി മന്ത്രം ഏതെങ്കിലും ഒന്ന് ജപിക്കാം. പ്രധാനമായിട്ട് സരസ്വതി മഹാഭാഗേ വിദ്യേ കമലലോചനെ വിശ്വരൂപേ വിശാലാക്ഷി വിദ്യാം ദേഹി നമോസ്തുതേ എന്ന മന്ത്രത്തെയാണ് ജപിക്കേണ്ടത്. ഈ സരസ്വതി മന്ത്രത്തെ ജപിച്ചുകൊണ്ട് നല്ല ചിന്തകളും നല്ല ബുദ്ധിയും ഒക്കെ വളർത്തുന്നതിന് കുട്ടിയെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നാലാമതായിട്ട് മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷിയമാമൃതാത്. പൊതുവായിട്ട് ചൊല്ലേണ്ട മന്ത്രങ്ങളിൽ അഞ്ചാമത്തെ മന്ത്രം സന്താന ഗോപാല മന്ത്രമാണ്. സന്താന ഗോപാല മന്ത്രം ഏത് മന്ത്രവും നിങ്ങൾക്ക് അറിവുള്ളത് ചൊല്ലാം. ഞാനൊരു ഗായത്രി മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഓം ഗോപാലായ വിദ്മഹേ ഗോപീജന വല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഈ സന്താന ഗോപാല ഗായത്രി മന്ത്രത്തെ ചൊല്ലുക. ഇനി ആറാമതായിട്ട് ഞാൻ മറ്റൊരു മന്ത്രം കൂടി പരിചയപ്പെടുത്തുകയാണ്. സൂതിക മന്ത്രം എന്നാണ് പേര്. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ വിഷകരമായിട്ടുള്ള അന്തരീക്ഷത്തിന്റെ വിഷവും ഭക്ഷണത്തിലൂടെയുള്ള വിഷവും മറ്റും ഗർഭം അലസുന്നതിന്റെയൊക്കെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ സൂതിക മന്ത്രത്തിനും സൂതിക യന്ത്രത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഗർഭ സംരക്ഷണത്തിനുള്ള യന്ത്രമാണ് സൂതിക യന്ത്രം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് സൂതിക യന്ത്രം വിധിപ്രകാരം എഴുതി ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ തന്നെ സൂതിക മന്ത്രം നിത്യം ജപിക്കുന്നതും ഗർഭ സംരക്ഷണത്തിന് സഹായിക്കും. നമുക്കിനി ആ സൂതിക മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം ഹ്രീം നമോ ഭഗവതി സൂതികാ ദേവി ഭ്രൂണം മേ പരിപാലയ സ്വാഹ. പൊതുവായിട്ട് ഗർഭകാലാവസ്ഥയിൽ ചൊല്ലേണ്ട 6 മന്ത്രങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരു കുട്ടിയുടെ വികാസത്തിനും വളർച്ചയ്ക്കും ഗർഭസംരക്ഷണത്തിനും എല്ലാം വേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ പരിചയപ്പെടുത്തിയത്. നല്ല സന്താനങ്ങൾ ജനിക്കട്ടെ. അതുവഴി വീടും നാടും നമ്മുടെ രാജ്യവും ഒക്കെ വളർച്ചയുടെ പാതയിലേക്ക് കൂടുതൽ കൂടുതൽ നല്ല പൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. 1-ാം മാസത്തിൽ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ, അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ, ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങളെ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നത്. 1-ാം മാസം എന്നുള്ളത് കരുതലിന്റെ ആദ്യ മാസമാണ്. ആദ്യത്തെ മാസത്തിന്റെ കാരകൻ ജ്യോതിഷപ്രകാരം ശുക്രഗ്രഹമാണ്. വെള്ളിയാഴ്ചയുടെ അധിപനായിട്ടുള്ള ശുക്രനാണ് ആദ്യത്തെ മാസത്തെ കുട്ടിയുടെ വളർച്ചയും മറ്റു കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നാണ് ജ്യോതിഷപരമായിട്ട് പറയപ്പെടുന്നത്. ശുക്രന്റെ മന്ത്രങ്ങളും ശുക്രന്റെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ഗണപതി, മഹാലക്ഷ്മി എന്നീ ദേവതകളുടെ മന്ത്രങ്ങളുമാണ് 1-ാം മാസം ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അമ്മയും വീട്ടുകാരും ജപിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ താളപ്പിഴകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം സംഘർഷം നിറഞ്ഞ സാഹചര്യവും മറ്റുമാണ്. കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ നാളത്തെ തലമുറയെങ്കിലും അതുപോലെ പോകാതെ നല്ല ഉത്തമരായിട്ടുള്ള സംസ്കാരത്തെ പിന്തുടരുന്ന കുട്ടികളെ വളർത്തിയെടുക്കുവാനായിട്ട് ഈ ആചാരങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനായിട്ട് ക്ഷേത്ര ദർശനവും നാമജപവും ഒക്കെ നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം. 1-ാം മാസത്തിൽ ഗണേശ പ്രീതികരമായിട്ടുള്ളതും മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ളതുമായിട്ടുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളുമാണ് ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വേണ്ട ശക്തിയുക്തം വഴിപാടുകളെ കൂടി നടത്താം. വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വേണ്ട വഴിപാടുകളെ ചെയ്യുന്നത് നല്ല ഫലത്തെ നൽകും. ഗണേശ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുമ്പോൾ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ
നാളികേരം ഉടയ്ക്കുന്ന വഴിപാട് നടത്താൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഗണപതിക്ക് കറുകമാല, മുക്കുറ്റിമാല എന്നിവയൊക്കെ സമർപ്പിക്കുന്നത് വിശേഷമാണ്. ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒഴിവാക്കാനായിട്ട് ഗണപതിക്ക് മോദകവും അപ്പവും ഒക്കെ സമർപ്പിക്കുന്നത് വിശേഷമാണ്. പക്കപ്പിറന്നാൾ ദിനത്തില് ഗണപതി ഹോമം നടത്തുന്നതും വിശേഷമായിട്ട് പറയാം. ഗണപതിയുടെ മൂലമന്ത്രമായിട്ടുള്ള ഓം ഗം ഗണപതയെ നമ എന്ന മൂലമന്ത്രത്തെ നിത്യം ജപിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും. അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ സഹസ്രനാമം നിത്യം ചൊല്ലുന്നതും വളരെ വിശേഷമാണ്. ഏതെങ്കിലും ഒരു ഗണപതി ഗായത്രി മന്ത്രം തെരഞ്ഞെടുത്തുകൊണ്ട് 10 പ്രാവശ്യം ആ ഗായത്രി മന്ത്രത്തെ ആദ്യ മാസത്തിൽ ജപിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും. നിരവധി ഗണപതി ഗായത്രി മന്ത്രങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അറിവിലേക്കായിട്ട് ഏതാനും ചില മന്ത്രങ്ങൾ കൂടി ഞാൻ ഇപ്പോൾ പറയാം. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. മറ്റൊരു മന്ത്രത്തെ പരിചയപ്പെടാം. ഓം ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഗണപതിയുടെ ധാരാളം ഗായത്രി മന്ത്രങ്ങൾ ഞാൻ മുൻപ് പല വീഡിയോകളിലായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇതുകൂടാതെ 1-ാം മാസത്തിലെ ഗ്രഹമായിട്ടുള്ള ശുക്രഗ്രഹത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഓം ഹിമകുന്ദ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ഈ ശുക്രമന്ത്രത്തെ നിത്യം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഇതുകൂടാതെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിക്കൊണ്ട് ചൊല്ലേണ്ടതായിട്ടുള്ള ഗണപതി മന്ത്രത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ചിത്രരത്ന വിചിത്രാംഗം ചിത്രമാല വിഭൂഷിതം കാമരൂപധരം ദേവം വന്ദേഹം ഗണനായകം. അംബികാ ഹൃദയാനന്ദം മാതൃഭിർ പരിവേഷ്ടിതം ഭക്തപ്രിയം മതോന്മത്തം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധി പ്രദാതാരം വന്ദേഹം ഗണനായകം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥ ജംബൂഫല സാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വക്രതുണ്ട മഹാകായം സൂര്യകോടി സമപ്രഭം നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഇതുകൂടാതെ ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. ദേവിയുടെ മന്ത്രമായിട്ടുള്ള യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന മന്ത്രത്തെ ജപിക്കാം. അതുകൂടാതെ യാ ദേവി സർവഭൂതേഷു മഹാലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ 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 നമോ നമ എന്ന മന്ത്രത്തെയും ജപിക്കാം. വേദമന്ത്രങ്ങളും മറ്റും കേൾക്കുന്നതും ഈ മന്ത്രങ്ങളൊക്കെ ഓഡിയോ രൂപത്തിൽ കേൾക്കുന്നതും ഒക്കെ വളരെ ഗുണപ്രദമാണ്. നല്ല കാര്യങ്ങളെ കേൾക്കുക, മനസ്സിനെ നല്ല രീതിയിൽ ആഹ്ലാദചിത്തമായിട്ട് കൊണ്ടുപോവുക, നല്ല സാഹചര്യങ്ങളിലൂടെ ജീവിക്കുക, നല്ല ഫലത്തെ നൽകും. ഇതുകൂടാതെ ജ്യോതിഷപ്രകാരം ശുക്രനെ സ്വാധീനിക്കുന്ന വർണ്ണങ്ങൾ, നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഫലപ്രദമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചുവപ്പ്, വെള്ള, പിങ്ക് എന്നീ നിറങ്ങളാണ് ശുക്രനെ സ്വാധീനിക്കുന്ന നിറങ്ങളായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ മാസം ഈ നിറങ്ങളൊക്കെ ധരിക്കുന്നത് വളരെയേറെ ഗുണങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി സ്തവവും മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലിയും ഒക്കെ ജപിക്കുന്നതും അത് കേൾക്കുന്നതും ഒക്കെ വളരെ വിശേഷ ഫലത്തെ നൽകും. 1-ാം മാസം കരുതലിന്റെ മാസമാണ്. നല്ല കരുതലോടുകൂടി നല്ല മന്ത്രങ്ങളെ കേട്ടുകൊണ്ട് വളർച്ചയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കട്ടെ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് 2-ാം മാസത്തിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉത്തമ സന്താനങ്ങളെ ലഭിക്കുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ചെയ്യണം, ജപിക്കേണ്ട മന്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ഗർഭകാലത്തെ 2-ാം മാസം എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമുള്ള സമയമാണ്. വളരെയേറെ വിഷമതകൾ നിറഞ്ഞ സമയം കൂടിയാണ്. ചെറിയ കോശത്തിൽ നിന്ന് വലിയ ഭ്രൂണത്തിലേക്ക് മാറുന്ന ഒരു സമയമാണ് 2-ാം മാസം എന്നുള്ളത്. ഭ്രൂണം അതിവേഗം വളരുന്ന ഈ സമയത്ത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പും ആരംഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. ചൊവ്വ എന്ന ഗ്രഹത്തിനാണ് 2-ാം മാസത്തിന്റെ കാരകത്വമുള്ളത്. ചൊവ്വാഴ്ച ദിവസത്തിന് പ്രാധാന്യമുള്ള ചൊവ്വ അഥവാ കുജൻ എന്ന ഗ്രഹത്തിനാണ് ഈ മാസത്തിന്റെ കാരകത്വം. മനുഷ്യന്റെ ബലവും ശരീരശക്തിയും ഒക്കെ പ്രദാനം ചെയ്യുന്നത് ചൊവ്വാഗ്രഹമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ 2-ാം മാസത്തിൽ കുജപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതായത് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയുമാണ് ചൊവ്വയുടെ അധിഷ്ഠാന ദേവതകൾ. ചൊവ്വാഗ്രഹത്തിന്റെയോ അല്ലെങ്കിൽ
സുബ്രഹ്മണ്യ സ്വാമിയുടെയോ ഭദ്രകാളിയുടെയോ ഒക്കെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതാത് ദേവിയുടെയോ ഒക്കെ ക്ഷേത്ര ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുന്നതും ഫലപ്രദമായിട്ടാണ് പറയുന്നത്. നമുക്കിനി 2-ാം മാസത്തിൽ ചൊല്ലേണ്ടതായിട്ടുള്ള ചൊവ്വയുടെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ധരണി ഗർഭസംബോധം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ മന്ത്രത്തെ ജപിക്കുക. എല്ലാ ദിവസങ്ങളിലും ഈ മന്ത്രം ജപിക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും. ദേവീ ക്ഷേത്ര ദർശനം നടത്തി ദേവിയുടെ മന്ത്രവും ചൊവ്വാ മന്ത്രവും ഒക്കെ ജപിക്കാവുന്നതാണ്. കൂടാതെ ദേവീ പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളായിട്ടുള്ള മഹാലക്ഷ്മി സ്തവവും ലളിതാ സഹസ്രനാമവും ഒക്കെ ജപിക്കുന്നതും വളരെ പ്രയോജനം ചെയ്യും. പ്രഭാത സ്നാനത്തിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നുകൊണ്ട് ഗായത്രി മന്ത്രം ജപിക്കണം. അതിനുശേഷം സുബ്രഹ്മണ്യ ഗായത്രിയും ചൊവ്വ ഗായത്രിയും ഒക്കെ ജപിക്കുക. ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തന വിരസതയ്ക്ക് അത് ചൊല്ലുന്നില്ല. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഗായത്രി മന്ത്രം, കുജഗായത്രി മന്ത്രം, സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം എന്നീ ഗായത്രി മന്ത്രങ്ങൾ 10 തവണ വീതം കാലത്ത് കിഴക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കുക. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രമായിട്ടുള്ള ഓം വജദ്ഭൂവേ നമ എന്ന മന്ത്രത്തെയും ജപിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ്. അതിന് സാധിക്കാത്തവർ ഗ്രഹത്തിലിരുന്നു കൊണ്ട് മന്ത്രത്തെ ജപിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുക. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രവും അതിനായിട്ട് ജപിക്കാവുന്നതാണ്. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം സനൽകുമാരായ വിദ്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. ഈ മന്ത്രത്തെയും ജപിക്കാം. അതുകൂടാതെ ഭദ്രകാളി സ്തുതി ജപിക്കുന്നതും നല്ലതാണ്. ഭദ്രകാളി മന്ത്രത്തെ കൂടി നമുക്കൊന്ന് നോക്കാം. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇതുകൂടാതെ ഏതെങ്കിലുമൊക്കെ ദേവീ സ്തുതികൾ അറിയാവുന്നവർ ദേവീ സ്തുതികൾ ജപിക്കുക. അതായത് ചൊവ്വ, സുബ്രഹ്മണ്യ സ്വാമി, ഭദ്രകാളി എന്നീ ദേവതകളുടെ മന്ത്രങ്ങൾ അറിയാവുന്ന മന്ത്രങ്ങൾ ജപിക്കുക. ഈ ദേവതകളുടെ ക്ഷേത്ര ദർശനം സാധ്യമെങ്കിൽ അത് ചെയ്യുക. ശക്തിയുക്തം ആ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക. അതിന് സാധിക്കാത്തവർ ഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഈ ദേവതകളുടെ മന്ത്രത്തെ വളരെ ശാന്ത മനസ്സോടുകൂടി ജപിക്കുക. മനസ്സും ശരീരവും ശാന്തമാക്കി ചുറ്റുപാടുകൾ ഐശ്വര്യപ്രദമാക്കി ചുറ്റുപാടുകൾ ശാന്തമാക്കിക്കൊണ്ട് നല്ല സന്താനത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 2-ാം മാസത്തിൽ ഈശ്വര സ്മരണയോടുകൂടി മുന്നോട്ട് പോകുക. ഉത്തമ സന്താനങ്ങളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് നമുക്ക് നല്ല സമൂഹത്തെയും അതുവഴി രാജ്യത്തിന്റെ പുരോഗതിയെയും ഒക്കെ സാധ്യമാക്കാം. ഇന്ന് അതിന്റെ 4-ാമത്തെ വീഡിയോ ആണ്. അതായത് 3-ാം മാസത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പ്രതിപാദിക്കുന്നത്. ഉത്തമ സന്താനങ്ങൾ ഏതൊരു അമ്മയുടെയും മാത്രമല്ല അച്ഛന്റെയും കുടുംബത്തിന്റെയും നാടിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ സ്വത്താണ്. ഉത്തമ സന്താനങ്ങളെ പ്രാപ്തമാക്കാനായിട്ട് നാം ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഭാരതീയ ശാസ്ത്രത്തിൽ പണ്ട് മുതലേ അനുവർത്തിച്ചു വന്നിരുന്ന കാലമാണ്. എന്നാൽ ഗർഭിണികളായിരിക്കെ മുതലേ പഴയ കാലങ്ങളിൽ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള പരിചരണങ്ങളെ കൊടുത്തിരുന്നു. കുട്ടിയുടെ ശാരീരികം മാത്രമല്ല മാനസികമായിട്ടുള്ള വളർച്ചയും കുട്ടികളുടെ പിന്നീടുള്ള ചിന്താഗതികളും എല്ലാം ഗർഭിണിയായിരിക്കെ തന്നെ രൂപപ്പെട്ടു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മമാർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ കുട്ടിയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് നല്ല കുട്ടികളെ വാർത്തെടുക്കാനുള്ള ശ്രമം നടത്താം. അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ 3-ാം മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. 3-ാം മാസവും ഗർഭകാലഘട്ടത്തിന്റെ ആദ്യഘട്ടം തന്നെയാണ്. അതീവ ശ്രദ്ധ വേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് 3-ാം മാസം. 3-ാം മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ കുട്ടിക്ക് എല്ലാവിധ അവയവങ്ങളും രൂപപ്പെടും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ഹൃദയം, തലച്ചോറ് തുടങ്ങി പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം തന്നെ രൂപപ്പെടുന്നത് 3-ാം മാസത്തിന്റെ ആദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 3-ാം മാസത്തിൽ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ശ്വാസത്തിലൂടെ എത്തുന്ന ഓരോ ചെറിയ ചെറിയ സ്പന്ദനങ്ങളും കുട്ടിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ജ്യോതിഷപ്രകാരം അതീവ ശ്രദ്ധ വേണ്ട ഒരു കാലമാണ് 3-ാം മാസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ 3-ാം മാസത്തിന്റെ കാരകഗ്രഹമായിട്ട് വ്യാഴത്തെയാണ് പറയുന്നത്. 3-ാം മാസത്തിൽ വ്യാഴപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക, വഴിപാടുകൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. വ്യാഴത്തിന്റെ അതിദേവതയായിട്ടുള്ള വിഷ്ണു പ്രീതി ചെയ്യുന്നതും വളരെയേറെ ഫലത്തെ നൽകും. വ്യാഴം അഥവാ ഗുരു
എന്ന ഗ്രഹം ധനത്തിന്റെയും സൗഭാഗ്യങ്ങളുടെയും ഒക്കെ അധിപനായിട്ടാണ് പറയപ്പെടുന്നത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് പ്രത്യേക വഴിപാടുകൾ ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും മഹാവിഷ്ണുവിന് പ്രീതികരമായിട്ടുള്ള അർച്ചനയും വഴിപാടുകളും ഒക്കെ നടത്തുന്നതും ശുഭഫലത്തെ നൽകുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴത്തിന്റെയും മഹാവിഷ്ണുവിന്റെയും ഒക്കെ മന്ത്രങ്ങൾ അമ്മയും വീട്ടുകാരും ഒക്കെ ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഈ മന്ത്രങ്ങളൊക്കെ കുട്ടി കേട്ടുകൊണ്ട് പിന്നീടുള്ള കുട്ടിയുടെ മാനസിക വളർച്ചയെ ഇത് വളരെയധികം സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യാഴത്തിന്റെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്നിരുന്നാൽ പോലും ഒന്ന് ഏകദേശം നമുക്ക് ജപിച്ചു പോകാം. ഓം ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും. വ്യാഴത്തിന്റെ ഈ മന്ത്രത്തെ കൂടാതെ മഹാമന്ത്രമായിട്ട് പറയപ്പെടുന്ന ഹരേ രാമ മന്ത്രത്തെ കൂടി ജപിക്കാവുന്നതാണ്. നമുക്കിനി ഹരേ രാമ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 16 നാമങ്ങൾ അടങ്ങിയിട്ടുള്ള കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ മന്ത്രമായിട്ടാണ് രാമമന്ത്രത്തെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം അകന്ന് മനസ്സ് സൂര്യനെ പോലെ തേജസ്സുറ്റതാകും, തെളിഞ്ഞതാകും എന്നതാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. അതായത് ഈ മന്ത്രം ചൊല്ലുക വഴി കുട്ടിയുടെ മനസ്സിലേക്കും ആധ്യാത്മികത എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഈ മന്ത്രത്തെ 9 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചൊല്ലുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ 3-ാം മാസം ഭഗവാന്റെ മൂലമന്ത്രമായിട്ടുള്ള ഓം നമോ നാരായണായ എന്ന മന്ത്രം കൂടി ജപിക്കാവുന്നതാണ്. ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രമോ ഭഗവാന്റെ തന്നെ ദ്വാദശാക്ഷര മന്ത്രമോ ജപിക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രത്തെയോ ജപിക്കാവുന്നതാണ്. ഇതുകൂടാതെ വിഷ്ണു സഹസ്രനാമമോ നാരായണീയമോ ഒക്കെ ജപിക്കുന്നതും കൂടുതൽ ശുഭഫലത്തെ നൽകുന്നതാണ്. പ്രഭാതത്തിൽ 9 തവണ വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെയേറെ ശുഭഫലത്തെ നൽകും. ഈ മന്ത്രങ്ങളൊക്കെ തന്നെ ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്നിരുന്നാലും വിഷ്ണു ഗായത്രി മന്ത്രം കൂടി പരിചയപ്പെടുത്തുകയാണ്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഇതുകൂടാതെ മഹാവിഷ്ണു സ്തോത്രത്തെയും ജപിക്കാവുന്നതാണ്. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ് ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ഈ മഹാവിഷ്ണു സ്തോത്രത്തെയും ജപിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ മന്ത്രങ്ങളെല്ലാം കഴിയുന്നത്ര ജപിക്കുക. കുട്ടിയുടെ ബുദ്ധിയും തലച്ചോറും ഒക്കെ രൂപപ്പെടുന്ന വേളയിൽ ഭഗവത് മന്ത്രങ്ങൾ കൂടുതലായിട്ട് കേട്ട് കുട്ടി വളരട്ടെ. നല്ല ഒരു വ്യക്തിയായിട്ട് തീരുവാനായിട്ട്, ഉത്തമ സന്താനമായിട്ട് തീരുവാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ അമ്മമാർ അറിഞ്ഞിരിക്കുക, പ്രവർത്തിക്കുക. ഇതുകൂടാതെ വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വ്യാഴപ്രീതികരമാണ്. മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം. അതോടൊപ്പം സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതും വളരെ ശുഭകരമായിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഉത്തമ സന്താനങ്ങളെ ലഭിക്കട്ടെ. അതുവഴി നമ്മുടെ നാടിന് ഐശ്വര്യമായിട്ടുള്ള നല്ല നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ. ഉത്തമ സന്താനങ്ങളെ ലഭിക്കുവാൻ അമ്മമാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വിഷയത്തില് 5-ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. 5-ാമത്തെ വീഡിയോയിലൂടെ നാം പ്രതിപാദിക്കുന്നത് 4-ാം മാസത്തിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉത്തമ സന്താനങ്ങളെ പ്രാപ്തമാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. 4-ാം മാസത്തിൽ അമ്മമാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വിഷയമാണ്. 4-ാം മാസം എന്നുള്ളത് വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ മാസമാണ്. 4-ാം മാസത്തിൽ കുഞ്ഞിന്റെ വളർച്ച വളരെ വേഗത്തിൽ പോകുന്നതാണ്. 4-ാം മാസത്തിൽ അസ്ഥികൾ രൂപപ്പെടുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. സൂര്യനാണ് 4-ാം മാസത്തിന്റെ കാരകഗ്രഹം. അതുകൊണ്ട് തന്നെ സൂര്യപ്രീതി വരുത്തുന്നത് ഈ മാസത്തിൽ വിശേഷമായിട്ടുള്ള ഫലത്തെ നൽകുന്നതാണ്. സൂര്യന്റെ അധിഷ്ഠാന ദേവത ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ശിവഭഗവാന്റെ മന്ത്രങ്ങളും ശിവക്ഷേത്ര ദർശനവും സൂര്യക്ഷേത്ര ദർശനവും ഒക്കെ വളരെയേറെ നല്ല ഫലത്തെ നൽകുന്നതാണ്. 4-ാം മാസത്തിൽ അതുകൊണ്ട് തന്നെ ഭസ്മധാരണം മുടക്കാതെ ഇരിക്കുക, സൂര്യന്റെ മന്ത്രങ്ങളെ ജപിക്കുക. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം പ്രത്യേകമായിട്ട് മന്ത്രജപം നടത്തുന്നതും ഒക്കെ നല്ലതാണ്. ശിവപഞ്ചാക്ഷരി മന്ത്രം നിത്യം ജപിക്കുന്നതും വളരെയേറെ നല്ല ഫലത്തെ നൽകും. ഭസ്മധാരണം ചെയ്തുകൊണ്ട് ശിവസ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നതും വിശേഷ ഫലം നൽകുന്നതാണ്. സൂര്യമന്ത്രങ്ങൾ അസ്തമയ ശേഷം ജപിക്കാതെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പൊതുവായിട്ടുള്ള മന്ത്രങ്ങൾ അസ്തമയ ശേഷം ജപിക്കാവുന്നതാണ്. സൂര്യപ്രീതികരമായിട്ടുള്ള ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്.
മലയാളത്തിലുള്ള ആദിത്യ ഹൃദയ മന്ത്രത്തെക്കാൾ ഉത്തമ ഫലത്തെ നൽകുന്നത് മൂലഗ്രന്ഥമായിട്ടുള്ള രാമായണത്തിൽ എഴുതിയിട്ടുള്ള തതോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം എന്നുള്ള ആദിത്യ ഹൃദയ മന്ത്രമാണ്. ആ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാൻ അറിയാവുന്നവർ ജപിക്കുക. നമുക്കിനി സൂര്യമന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ജപാ കുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിയും തമോരിം സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം. അതുപോലെ തന്നെ സൂര്യന്റെ മന്ത്രങ്ങളെ ജപിക്കാം. ഓം മിത്രായ നമ, ഓം രവേ നമ, ഓം സൂര്യായ നമ, ഓം ഭാനവേ നമ, ഓം ഖഗായ നമ, ഓം പൂഷ്ണേ നമ, ഓം ഹിരണ്യഗർഭായ നമ, ഓം മാരീചായ നമ, ഓം ആദിത്യായ നമ, ഓം സവിത്രേ നമ, ഓം അർക്കായ നമ, ഓം ഭാസ്കരായ നമ, ഓം ശ്രീ സവിത്ര സൂര്യനാരായണായ നമ. ഈ മന്ത്രത്തെയും നിത്യം ജപിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ആദിത്യ ഹൃദയ മന്ത്രം അറിയാവുന്നവർ ജപിക്കുക. സംസ്കൃത ശ്ലോകത്തിലുള്ളത് അറിയില്ല എങ്കിൽ മലയാളത്തിലുള്ള ആധ്യാത്മ രാമായണത്തില് യുദ്ധകാന്ഡം നോക്കി ആദിത്യ ഹൃദയ മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. അത് മൂലശ്ലോകം കിട്ടുമെന്നുണ്ടെങ്കിൽ മൂലശ്ലോകം തന്നെ ജപിക്കുന്നത് കൂടുതൽ നല്ല വിശേഷഫലത്തെ നൽകും. മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെല്ലാം അകറ്റി ആത്മവിശ്വാസവും നല്ല മാനസിക ഊർജവും നൽകുന്നതാണ് ആദിത്യ ഹൃദയ മന്ത്രം. കാലത്ത് സൂര്യനെ നോക്കി 12 തവണ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെ ഫലത്തെ നൽകുമെന്നാണ് പറയുന്നത്. ഇന്ന് കുട്ടികളെ പ്രസവിച്ച ഉടനെ തന്നെ വെന്റിലേറ്ററിലേക്കുമൊക്കെ മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥയാണ്. വൈറ്റമിൻ ഡിയുടെയും ഒക്കെ കുറവും മഞ്ഞ നിറത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ എല്ലാ കുട്ടികളിലും ഒരു ദോഷമായിട്ട് വരുന്നുണ്ട്. ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട്, അതായത് സൂര്യനെ നോക്കിക്കൊണ്ട് പ്രഭാതത്തിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് നമ്മുടെ പൂർവികർ വൈറ്റമിൻ ഡി കുട്ടിയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ടാണ് കരുതി പോന്നിരുന്നത്. ഗ്രഹദോഷങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കുവാൻ സൂര്യഭജനം ഏറ്റവും ശുഭമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു നേരമെങ്കിലും ജപിക്കാൻ സാധിച്ചാൽ അജ്ഞതയും വിഷാദവും അലസതയും അകന്ന് ഹൃദയശുദ്ധി കൈവരുമെന്നാണ് പറയപ്പെടുന്നത്. ഏതാപത്തിലും ഏത് ഭയത്തിലും സൂര്യകീർത്തനം നിങ്ങളെ രക്ഷിക്കും എന്നാണ് നമ്മളുടെ വിശ്വാസം. സൂര്യന് അഗ്നിജ്വാലയുടെ നിറമാണ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം പ്രത്യേകമായിട്ട് അഗ്നിജ്വാലയുടെ നിറമായിട്ടുള്ള കാവിയോ ഓറഞ്ചോ ഒക്കെ ധരിക്കുന്നത് വിശേഷ ഫലത്തെ നൽകുന്നതാണ്. അതേ നിറത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ധരിക്കുന്നതും വിശേഷമായിട്ട് പറയുന്നുണ്ട്. 4-ാം മാസത്തിൽ ഇത്തരത്തിൽ സൂര്യപ്രീതികരമായിട്ടുള്ള ശിവപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളെ ജപിക്കുക. ശിവമന്ത്രങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ്. പഞ്ചാക്ഷരി മന്ത്രം, ഓം നമ ശിവായ മന്ത്രവും അതല്ലെങ്കിൽ നാഗേന്ദ്രഹാരായ എന്ന് തുടങ്ങുന്ന മന്ത്രവും ഒക്കെ അറിയാവുന്നവർ ജപിക്കുക. സൂര്യമന്ത്രങ്ങൾ അസ്തമയശേഷം ജപിക്കാതിരിക്കുക. ആ സമയങ്ങളിൽ 1-ാമത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള മന്ത്രങ്ങളെ ജപിക്കുക. എല്ലാവർക്കും നല്ല ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകട്ടെ, അവരിലൂടെ ഈ ലോകം ഏറ്റവും സുന്ദരമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് 6-ാമത്തെ വീഡിയോ ആണ്. അതായത് 6-ാമത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് 5-ാം മാസത്തിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ എന്തെല്ലാം കാര്യങ്ങൾ ജ്യോതിഷപരമായിട്ട് ഉത്തമ സന്താന പ്രാപ്തിക്കായിട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് 5-ാം മാസം എന്നുള്ളത്. കുഞ്ഞിന്റെ ത്വക്ക് രൂപപ്പെടുന്ന ഒരു മാസമായിട്ടാണ് 5-ാം മാസത്തെ പറയപ്പെടുന്നത്. 5-ാം മാസത്തിന്റെ കാരകൻ ചന്ദ്രഗ്രഹമാണ്. തിങ്കളാഴ്ച പ്രധാനമായിട്ടുള്ള ചന്ദ്രന്റെ മന്ത്രങ്ങളും ചന്ദ്രപ്രീതികരമായിട്ടുള്ള സ്തോത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് ഈ മാസത്തിൽ വളരെയേറെ പ്രയോജനം ചെയ്യും. നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്രന് പ്രത്യേക വഴിപാട് നടത്തുന്നതും വളരെ വിശേഷമാണ്. ചന്ദ്രന്റെ അധിഷ്ഠാന ദേവത ദുർഗാ ഭഗവതിയാണ്. ദുർഗാ ഭഗവതിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ദുർഗാ ഭഗവതിക്ക് വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ചന്ദ്രമന്ത്രങ്ങളും ദുർഗാ ഭഗവതിയുടെ മന്ത്രങ്ങളും ഒക്കെ ഈ അവസരത്തിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ 5-ാം മാസത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. മനസ്സ് രൂപപ്പെടുന്ന സമയം കൂടിയായിട്ടാണ് പറയപ്പെടുന്നത്. എല്ലാം ഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിഷ്ഠയോടുകൂടി അമ്മമാർ പ്രവർത്തിക്കേണ്ട കാലമാണ്. അതുപോലെ തന്നെ വീട്ടുകാരും വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു സമയത്തെ ഒരുക്കി അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് കൊടുക്കേണ്ടതും കൂടിയാണ്. നമുക്കിനി ചന്ദ്രമന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ദതീശങ്ക തുഷാരാഭം ക്ഷീരോർദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭൂർ മകുടഭൂഷണം. ഭഗവാൻ പരമേശ്വരന്റെ പത്നിയായിട്ടുള്ള പാർവതി ദേവിയുടെ രൗദ്ര രൂപമായിട്ടാണ് ദുർഗാ ഭഗവതിയെ കണക്കാക്കുന്നത്. ചന്ദ്ര ഉപാസനയ്ക്കൊപ്പം ദുർഗാ ഭഗവതിയെ ഉപാസിക്കുന്നതും ഈ മാസത്തിൽ വളരെയേറെ പ്രയോജനം ചെയ്യും.
രോഹിണി, അത്തം, തിരുവോണം എന്നീ ചന്ദ്രന് പ്രാധാന്യമുള്ള നക്ഷത്രത്തിൽ പ്രത്യേകമായിട്ട് മന്ത്രജപം നടത്തുന്നതും വിശേഷാൽ വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രത്യേകമായിട്ട് വിശേഷമായിട്ട് മന്ത്രജപം നടത്തുന്നതും ഒക്കെ നല്ലതാണ്. 5-ാം മാസത്തിൽ ദേവീ ഭാഗവതവും ദേവീ മഹാത്മ്യവും ഒക്കെ പാരായണം ചെയ്യുന്നത് വിശേഷ ഫലത്തെ നൽകും. ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നതും വിശേഷമാണ്. ഇനി നമുക്ക് ദേവീ സ്തുതി ഒന്ന് നോക്കാം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗാദേവി നമോസ്തുതേ. ഈ ദുർഗാദേവി മന്ത്രത്തെ ജപിക്കുന്നതും വളരെ നല്ലതാണ്. ദുർഗാദേവി ക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പം സമർപ്പിക്കുന്നതും വെളുത്ത പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും ഒക്കെ വിശേഷമാണ്. വെളുത്ത പുഷ്പം കൊണ്ട് ദുർഗാദേവിയെ അർച്ചന നടത്തിയാൽ സർവൈശ്വര്യം ഫലമായിട്ടും ചുവന്ന പുഷ്പം കൊണ്ട് ദുർഗാദേവിക്ക് അർച്ചന നടത്തുന്ന പക്ഷം ശത്രുക്കളുടെ മേൽ വിജയിക്കുന്നതുമായിട്ടാണ് ഫലശ്രുതി പറയുന്നത്. ഇതുകൂടാതെ വെളുത്ത നിറത്തിലും ചന്ദന നിറത്തിലുമുള്ളതായിട്ടുള്ള വസ്ത്രം ഈ കാലയളവിൽ ധരിക്കുന്നതും വളരെ ഗുണപ്രദമാണ്. അതേപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങളായിട്ടുള്ള മുല്ല, നന്ദ്യാർവട്ടം, പിച്ചി, മന്ദാരം എന്നീ പുഷ്പങ്ങൾ ചൂടുന്നതും വിശേഷമായിട്ട് പറയപ്പെടുന്നു. മേൽപ്പറഞ്ഞ മന്ത്രങ്ങളോടൊപ്പം ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള മന്ത്രങ്ങളും കൂടി ജപിക്കുക. മന്ത്രജപം മനസ്സിനെ വളരെയധികം സ്വാധീനിക്കും. നല്ല കുട്ടികളെ വാർത്തെടുക്കുവാനായിട്ട് അത് സഹായിക്കും. നല്ല കുട്ടികളിലൂടെ നല്ല സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 7-ാമത്തെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ 6-ാം മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ജ്യോതിഷപരമായിട്ട് ഉത്തമ സന്താനങ്ങളെ ലഭിക്കുവാനായിട്ട് 6-ാം മാസത്തിൽ അമ്മമാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. 6-ാം മാസം എന്ന് പറയുന്നത് അതിപ്രധാനമായിട്ടുള്ള ഒരു മാസമാണ്. കുഞ്ഞിന്റെ ബോധതലം ഉണരുന്ന ഒരു മാസമായിട്ടാണ് 6-ാം മാസത്തെ കണക്കാക്കപ്പെടുന്നത്. ഗർഭകാലഘട്ടത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിൽ 2-ാമത്തെ ഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടാണ് 6-ാം മാസത്തെ പറയപ്പെടുന്നത്. കുഞ്ഞിന്റെ ബോധതലം ഉണർന്ന് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ രോമം, തലമുടി എന്നീ കാര്യങ്ങളും ഉണ്ടാവുന്നതും 6-ാം മാസത്തിന്റെ പ്രത്യേകതയായിട്ടാണ് പറയപ്പെടുന്നത്. 6-ാം മാസത്തിന്റെ കാരകഗ്രഹം ശനിയാണ്. ശനിയാഴ്ച ദിവസം പ്രധാനമായിട്ടുള്ള ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ 6-ാം മാസത്തെ വളരെയേറെ അനുകൂലമാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ശനിയുടെ അതിദേവത എന്ന് പറയുന്നത് ശാസ്താവാണ്. ശനി പ്രീതി വരുത്തുന്നതോടൊപ്പം തന്നെ ശാസ്താവിന് പ്രത്യേക വഴിപാടുകൾ നടത്തുന്നതും ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നതും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ വിശേഷമാണ്. ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തി എള്ള് പായസം, ശനീശ്വര പൂജ തുടങ്ങിയ വഴിപാടുകളും ഒക്കെ നടത്തുന്നത് ഗുണപ്രദമാണ്. ഈ 6-ാം മാസത്തിൽ സന്ധ്യാസമയത്ത് വിളക്ക് തെളിച്ചുകൊണ്ട് ശനീശ്വര മന്ത്രങ്ങളും ശാസ്ത്രമന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. നമുക്കിനി ശനീശ്വര മന്ത്രം, ശനി സ്തോത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം നീലാഞ്ജന സമാഭാസം രവിപുത്ര യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഇനി നമുക്ക് ഒരു ശാസ്താ സ്തോത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഈ 2 മന്ത്രത്തെയും 6-ാം മാസത്തിൽ കൃത്യമായിട്ട് ജപിക്കുക. കൂടാതെ ശനീശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളെ നടത്തുകയും നീല ശംഖുപുഷ്പത്തിന്റെ പൂകൾ സമർപ്പിക്കുകയും നീല ശംഖുപുഷ്പം പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും ഒക്കെ ചെയ്യുക. ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രം ധരിക്കുന്നതും ശനിയാഴ്ചകളിൽ പ്രത്യേകമായിട്ട് മന്ത്രജപം നടത്തുന്നതും ഒക്കെ വിശേഷമാണ്. അതീവ പ്രാധാന്യമുള്ള 6-ാം മാസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. 8-ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് 7-ാം മാസത്തിൽ അമ്മമാർ ചെയ്യേണ്ടതായിട്ടുള്ള ജ്യോതിഷ പരിഹാരങ്ങളെയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. ഗർഭകാലഘട്ടത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിന്റെ 3-ാം ഘട്ടത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമായിട്ട് 7-ാം മാസത്തെ പറയണം. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് പൂർണ്ണ വിശ്രമം നൽകേണ്ട ഒരു മാസമാണ് 7-ാം മാസം. വളരെയേറെ പ്രാധാന്യമുള്ള ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് 7. അതുകൊണ്ട് തന്നെ
ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുള്ള സമയം കൂടിയായതിനാൽ നമ്മളുടെ പൂർവികന്മാർ 7-ാം മാസത്തിലാണ് വയറുകാണൽ ചടങ്ങ് എന്നുള്ള ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. 7-ാം മാസത്തിൽ കുഞ്ഞിന്റെ കരൾ, ശ്വാസകോശം എന്നീ അവയവങ്ങൾ വളർച്ച പൂർത്തിയാക്കുന്ന മാസമായിട്ടാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ കുഞ്ഞിന്റെ ബുദ്ധിയും ജ്ഞാനവുമെല്ലാം രൂപീകൃതമാകുന്ന മാസമാണ് 7-ാം മാസം. നവഗ്രഹങ്ങളിൽ ബുദ്ധിയുടെയും വിദ്യയുടെയും ഒക്കെ കാരകൻ ബുധനാണ്. അതുകൊണ്ട് തന്നെ ബുധഗ്രഹമാണ് 7-ാം മാസത്തിന്റെയും കാരകഗ്രഹമായിട്ട് അറിയപ്പെടുന്നത്. 7-ാം മാസത്തിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ബുധപ്രീതി വരുത്തുകയാണ് ചെയ്യേണ്ടത്. ക്ഷേത്ര ദർശനം പാടില്ലാത്ത മാസമായതിനാൽ ബുധപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. ബുധപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. അവതാര വിഷ്ണുവാണ് ബുധന്റെ അധിഷ്ഠാന ദേവത. അതായത് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം ആദിയായിട്ടുള്ള ദേവതകളാണ് ബുധന്റെ അധിഷ്ഠാന ദേവതകളായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബുധപ്രീതി പോലെ തന്നെ ശ്രീകൃഷ്ണ ഭജനവും ശ്രീരാമ മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നതുമൊക്കെ ഈ മാസത്തിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. കുഞ്ഞിന്റെ കലാവാസനകളൊക്കെ രൂപപ്പെടുന്ന ഒരു മാസമായതിനാൽ 7-ാം മാസത്തിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ശ്രവിക്കുന്നതും അമ്മ അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും ഒക്കെ വളരെ നല്ല രീതിയിലേക്ക് കുഞ്ഞിന്റെ മാനസികാവസ്ഥയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് 7-ാം മാസം അമ്മ കേൾക്കുന്നതായിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞിനെ വളരെയേറെ സ്വാധീനിക്കും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഭക്തി ഗാനങ്ങളും ശാസ്ത്രീയ സംഗീതങ്ങളും ഒക്കെ ഈ മാസം കുഞ്ഞിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. 7-ാം മാസത്തിൽ അമ്മ സന്താനഗോപാല മന്ത്രം ജപിക്കുന്നതും വളരെ വിശേഷമാണ്. നമുക്കിനി ആ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഈ മന്ത്രം വളരെ വിശാലമായിട്ട് ഇതിന്റെ പ്രാധാന്യവും മറ്റും പറഞ്ഞുകൊണ്ട് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ കാണുക. അഷ്ടഗോപാല മന്ത്രങ്ങളെല്ലാം തന്നെ പല വീഡിയോകളിലായിട്ട് ഞാൻ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കാണുക. ഗോപാല മന്ത്രത്തിൽ പറയുന്ന പ്രകാരം ദേവകിയുടെയും വാസുദേവരുടെയും പുത്രനായിട്ടുള്ള ജഗത്പതിയായിട്ടുള്ള കൃഷ്ണ ഭഗവാനെ ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് നല്ല പുത്രനെ തന്നാലും എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ 7-ാം മാസത്തിൽ ജപിക്കാൻ ഏറ്റവും വിശേഷമായിട്ടുള്ള മന്ത്രം സന്താനഗോപാല മന്ത്രം തന്നെയാണ്. അതേപോലെ തന്നെ മഹാമന്ത്രമായിട്ടുള്ള ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും ജപിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നാരായണീയം, ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളും വായിക്കാവുന്നതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധനും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശ്രീരാമ ക്ഷേത്രത്തിലുമൊക്കെ തുളസിമാല സമർപ്പിക്കുന്നതും തുളസി സമർപ്പിക്കുന്നതും ഒക്കെ വിശേഷമാണ്. അതുപോലെ തന്നെ വീട്ടില് ശ്രീകൃഷ്ണ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ ഒക്കെ തുളസിമാല സ്വയം കെട്ടി സമർപ്പിക്കുന്നതും മല ചാർത്തുന്നതും ഒക്കെ വിശേഷ ഫലത്തെ നൽകും. തുളസീദളം കൊണ്ട് ഭഗവാന് അർച്ചന നടത്തുന്നതും ഈ മാസത്തിൽ പ്രയോജനത്തെ ചെയ്യുന്നതാണ്. 7-ാം മാസത്തിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും അനുകൂലമായിട്ടാണ് പറയപ്പെടുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെ കൂടാതെ ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള മന്ത്രങ്ങളും കൂടി ജപിക്കുക. 7-ാം മാസം അതീവ പ്രാധാന്യമുള്ളതാണ്. കുട്ടിയുടെ മനസ്സിന്റെയും ജ്ഞാനത്തിന്റെയും ഒക്കെ പ്രാധാന്യമുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. 9-ാമത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് 8-ാം മാസത്തിൽ അമ്മമാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണ് എന്നുള്ളതാണ്. 8-ാം മാസമാകുമ്പോഴേക്കും കുഞ്ഞ് പൂർണ്ണ വളർച്ചയിൽ എത്തും എന്നാണ് പറയപ്പെടുന്നത്. അമ്മയിൽ നിന്ന് വേർപെട്ട് കുഞ്ഞ് എല്ലാ അവയവങ്ങളും പൂർത്തിയാകുന്ന ഒരു മാസമാണ് 8-ാം മാസം. അതുപോലെ തന്നെ കുഞ്ഞിന് വിശപ്പും ദാഹവും ഒക്കെ സംജാതമാകുന്ന ഒരു മാസമാണ് 8-ാം മാസം. 8-ാം മാസത്തിന്റെ കാരകഗ്രഹം ആയിട്ട് നവഗ്രഹങ്ങളിൽ ശുക്രനെയാണ് പറഞ്ഞിട്ടുള്ളത്. ശുക്രൻ വെള്ളിയാഴ്ച ദിവസത്തിന്റെ അധിപനായിട്ടുള്ള ശുക്രഗ്രഹമാണ് 8-ാം മാസത്തിന്റെ കാരകൻ. 8-ാം മാസത്തിൽ ശുക്രപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് പ്രത്യേക വഴിപാടുകളോ ശുക്രമന്ത്രങ്ങൾ ജപിക്കുകയോ ശുക്രന്റെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ഗണപതി, മഹാലക്ഷ്മി എന്നീ ദേവതകൾക്ക് പ്രത്യേക ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ മന്ത്രജപത്തിലൂടെ പ്രീതിപ്പെടുത്തുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത്. മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള മഹാലക്ഷ്മി സ്തവവും മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലിയും ഒക്കെ ജപിക്കാൻ അറിയുന്നവർ നിത്യം ജപിക്കുക. അതുകൂടാതെ ഗായത്രി മന്ത്രം ജപിക്കുക. ശുക്ര പ്രീതിക്കായിട്ട് ശുക്രമന്ത്രവും ശുക്ര ഗായത്രി മന്ത്രവും ഒക്കെ ജപിക്കുക. നമുക്കിനി ശുക്ര ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ശുക്ര ഗായത്രി മന്ത്രം ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നമുക്ക് ഒന്നുകൂടി ആ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം അശ്വധ്വജായ വിദ്മഹേ
ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത്. ഇനി നമുക്ക് ശുക്ര സ്തോത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം ഹിമകുന്ദ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ശുക്ര ഗായത്രി മന്ത്രവും ശുക്രസ്തോത്രവും നിത്യം ജപിക്കുക. അതുകൂടാതെ ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ സുഖപ്രസവം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന മന്ത്രത്തെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിയുന്നത്ര വേളകളിൽ ജപിക്കുക. ഇതുകൂടാതെ ശുക്രന് ഇഷ്ടപ്പെട്ട നിറങ്ങളായിട്ടുള്ള വെള്ള, പിങ്ക്, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒക്കെ വളരെ നല്ല ഗുണത്തെ നൽകുമെന്നാണ് പറയുന്നത്. നമുക്ക് ഉത്തമ സന്താന പ്രാപ്തിക്കായിട്ട് 9ാം മാസത്തിൽ അമ്മമാർ അനുവർത്തിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഈശ്വരാധീനം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു മാസമാണ് 9ാമത്തെ മാസം. 9ാം മാസം മുതൽ ഏതു സമയത്തും പ്രസവം നടക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കരുതൽ ആവശ്യമായിട്ടുള്ള ഒരു മാസമാണ് 9ാമത്തെ മാസം. 9ാം മാസത്തിന്റെ കാരകഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക വഴി നമുക്ക് 9ാം മാസത്തിൽ നല്ല ഒരു ഫലം ലഭിക്കുന്നതാണ്. ചന്ദ്രപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുകയും നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്ര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ ശുഭഫലത്തെ ലഭിക്കും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ കൂടുതൽ ശുഭഫലം ലഭിക്കുന്നതാണ്. ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുന്നത് വിശേഷമാണ്. നമുക്ക് ഇനി ചന്ദ്രമന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ദതിശങ്ക തുഷാരാഭം ക്ഷീരോർദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർ മകുടഭൂഷണം എന്നാണ് ഈ ചന്ദ്രമന്ത്രത്തെ നിത്യം ജപിക്കുക. അതുകൂടാതെ ചന്ദ്രഗായത്രി ജപിക്കാൻ അറിയാവുന്നവർക്ക് ചന്ദ്രഗായത്രി ജപിക്കാവുന്നതാണ്. ചന്ദ്രഗായത്രി ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രന്റെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ദുർഗാദേവിയെ ഭജിക്കുന്നതും വളരെ വിശേഷമാണ്. ഭഗവാൻ ശ്രീ പരമേശ്വരന്റെയും പാർവതി ദേവിയുടെയും പ്രത്യേക ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവി പ്രീതി വരുത്തുന്നതും ഉത്തമമാണ്. ശ്രീ പരമേശ്വരിയുടെ അതായത് പാർവതി ദേവിയുടെ രൗദ്രഭാവമായിട്ടാണ് ദുർഗാദേവിയെ കണക്കാക്കപ്പെടുന്നത്. ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വിശേഷ ഫലത്തെ നൽകും. ദുർഗാദേവിയുടെ മന്ത്രത്തെ ജപിക്കുന്നതും വിശേഷമാണ്. നമുക്ക് ദുർഗാദേവി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ദുർഗാം ധ്യായതു ദുർഗതി പ്രശമനീം ദുർവാദള ശ്യാമളാം ചന്ദ്രാർദ്ധോജ്വല ശേഖരാം ത്രിനയനാം മാവീത വാസോസം ചക്രം ശംഖമിഷും ധനുശ്ചതീം കോദണ്ഡ ബാണാംശ്യോർ മുദ്രേ വാ ഭയകാമതേ സഗടി ബദ്ധാവിഷ്ടതാം വാനയോ. ഈ മന്ത്രം ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയേണ്ടവർ ആ വീഡിയോ കാണുക. ഈ സമയത്ത് ദേവി കടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രജപത്തിനും ഒക്കെ അവസരം ലഭിക്കൂ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മാസമാണ് 9ാം മാസം. 9ാം മാസത്തിന് ശേഷം അമ്മമാർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാം. 9ാം മാസത്തിന് ശേഷം ഏതു സമയത്തും പ്രസവം നടക്കാനായിട്ട് സാധ്യതയുള്ള സമയമായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈശ്വരാധീനം വേണ്ട ഒരു സമയം കൂടിയാണ് 9 മാസത്തിന് ശേഷമുള്ളത്. 9 മാസവും 9 ദിവസവുമാണ് ഒരു ഗർഭകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 9ാം മാസത്തിന് ശേഷം അതായത് 10ാമത്തെ മാസത്തിൽ ഏതാണ്ട് 9 ദിവസമേ ഗർഭകാലമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 10ാം മാസത്തിലേക്ക് പലപ്പോഴും പ്രസവം നീണ്ടുപോകാറില്ല എങ്കിൽ പോലും ചില അവസരങ്ങളിലൊക്കെ അങ്ങനെ നീണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ കാര്യവും നമുക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 10ാം മാസത്തിന്റെ കാരകഗ്രഹം സൂര്യനാണ്. സൂര്യഭഗവാൻ ആണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നിയന്ത്രിതാവ്. നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യന് പ്രത്യേക വഴിപാട് ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതാണ്. ഈ സമയത്ത് സൂര്യപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഒക്കെ വിശേഷമാണ്. സൂര്യഗ്രഹത്തിന്റെ അധിഷ്ഠാന ദേവതയായിട്ട് അറിയപ്പെടുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരനാണ്. അതുപോലെ തന്നെ പരമേശ്വരന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതുകൊണ്ട് വളരെ വിശേഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രസവ സങ്കീർണതകൾ ഒഴിവാക്കാനായിട്ട് എല്ലായ്പ്പോഴും ശിവപഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമശിവായ എന്ന മന്ത്രത്തെ ജപിക്കേണ്ടതാണ്. ഗർഭകാലം മുഴുവൻ അമ്മയും വീട്ടുകാരും എല്ലാവരും തെളിഞ്ഞ മനസ്സോടുകൂടി നല്ല സന്താനപ്രാപ്തിക്കായിട്ട് നല്ല കുട്ടിക്കായിട്ട് ആരോഗ്യവും ബുദ്ധിയും ശക്തിയും ഒക്കെയുള്ള നല്ല കുട്ടിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടരുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ലഭിക്കുമെന്നാണ് നമ്മളുടെ വിശ്വാസം. 10ാം മാസത്തിലും സുഖപ്രസവത്തിനായിട്ട് ഓം യാ ദേവി സർവഭൂതേഷു
മാതൃരൂപേണ സംസ്ഥിതൈ നമസ്തസ്യൈ 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 നമോ നമഃ എന്ന മന്ത്രത്തെ പറ്റുന്ന സമയങ്ങളിലെല്ലാം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. അതുകൂടാതെ സൂര്യസ്തോത്രവും പറ്റുന്ന സമയങ്ങളിൽ ജപിക്കുക. അസ്തമയത്തിന് ശേഷം സൂര്യമന്ത്രങ്ങൾ ജപിക്കാതിരിക്കുക. നമുക്ക് സൂര്യമന്ത്രത്തെ ഒന്നുകൂടി പരിചയപ്പെടാം. ഓം ജപാ കുസുമ സങ്കാശം കാശ്യപേയം മഹാദിതിയും തമോരിയും സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം. ഈ മന്ത്രത്തെയും ജപിക്കുക. ഇതുകൂടാതെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ശിവമന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് ശിവപ്രീതി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ശിവമന്ത്രത്തെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം സംഹാരമൂർത്തിയും ഹരമന്ദകാരിയും വൃഷധ്വജം ഭൂതഗണാതിസേവ്യം കൈലാസവാസം പരമേശ്വരം തം നമാമി നിത്യം പ്രണവസ്വരൂപം. ഇതുകൂടാതെ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം എന്നുള്ള മന്ത്രത്തെയും ജപിക്കാവുന്നതാണ്. അതുകൂടാതെ നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്ന് തുടങ്ങുന്ന ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന്റെ വിശാലമായിട്ടുള്ള മന്ത്രവും കൂടി ജപിക്കാവുന്നതാണ്. എല്ലാവർക്കും ഉത്തമ സന്താനങ്ങളെ ലഭിക്കട്ടെ. ഉത്തമ സന്താനങ്ങൾ നമ്മളുടെ നാടിന്റെ ഐശ്വര്യമാണ്, നാടിന്റെ സ്വത്താണ്. അതിലൂടെ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും രാഷ്ട്രവും ഒക്കെ നല്ല രീതിയിൽ ഉയർന്ന് വികസിച്ചു വരട്ടെ. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.